ഹലോ, മൈ നെയിം ഈസ് പരിന്തു വാസു. കേസൊക്കെ കഴിഞ്ഞായിരുന്നോ? നാട്ടുകാരെ പറ്റിച്ച് എന്തോ കേസ് നടക്കുന്നു പറഞ്ഞ്. കൺമണി കയറി പിടിച്ച കേസൊക്കെ ഞങ്ങൾ എന്നേ സോൾവ് ചെയ്തതാണ്, മനസ്സിലായ? അത് കൺമണിക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ കയറി പിടിച്ചിട്ടില്ല. അത് അറ്റ്ലീസ്റ്റ് ഒരാളല്ല കേസായിട്ട് വന്നിട്ടുള്ളൂ. ഒരു പഞ്ചായത്ത് മൊത്തം വന്നില്ലല്ലോ. ഞാൻ കണ്ട 50 പേര് നിൽക്കണം അവിടെ, നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി അതുകൊണ്ട് ബിൽഡിങ്ങും പണിതിട്ടത്. അല്ല, ഞാൻ വേറെ കാര്യം പറയട്ടെ, എല്ലാവർക്കും അറിയാം നാട്ടുകാരെ പറ്റിച്ചും എന്റെ നിന്നും മോട്ടിച്ചൊക്കെയാണ് ആ ബിൽഡിംഗ് പണിതെന്ന്. അപ്പൊ അധികം ആൾക്കാരുടെ അടുത്ത് ഞാൻ മറ്റേ കഷ്ടപ്പെട്ടതാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് തൂക്കുന്നത്. അത് ഒഴിവാക്കിയാൽ മതി. അല്ല, ഞാൻ നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്തോ എനിക്ക് മനസ്സിൽ നിങ്ങൾക്ക് എന്തോത്തിന്റെ സോക്കേടാണ്? നിങ്ങൾക്ക് എന്തുവാ സോക്കേട്? എനിക്ക് സോക്കേടൊന്നും ഇല്ല. എനിക്ക് എന്ത് സോക്കേടൊന്നും ഇല്ല എനിക്ക്. ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ പോയി. അപ്പൊ ഞാൻ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ്. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. അപ്പൊ എന്തായി കേസ് അപ്ഡേറ്റ് എന്ന് വിചാരിച്ചാണ് മാത്രമാണ് ഞാൻ വിളിച്ചത്. അല്ലാതെ എനിക്കെന്ത് സോക്കേട്? അല്ലാതെ എക്സ് കാമുകിയെ ജയിലിൽ കൊണ്ടിട്ടെങ്കിൽ അതിന് മുമ്പ് വന്നിന്ന് പടക്കം പൊട്ടിക്കാൻ അല്ലായിരുന്നല്ലേ നിങ്ങളുടെ കോള്? അയ്യോ, പടക്കം പൊട്ടിക്കാനാണെങ്കിൽ ഞാൻ നേരെ പിടിച്ചോണ്ട് കൊടുക്കല്ലേ ഉദ്ദേശിച്ചേ. അങ്ങനെയാണ് എനിക്ക് വേറെ എന്തൊക്കെ വഴി ഉണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ വിട്ട് ഇപ്പൊ ഞാൻ എക്സാം പറഞ്ഞ 50,000 രൂപ എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ എവിടെ ഉദ്ഘാടനം ഒന്നും വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ആയിട്ട് വരാൻ നീ റെഡിയാണ്. നീ ഒന്നിനെ കൊണ്ടുവരിക, നേരെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഇതാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പടക്കം പൊട്ടിച്ചിരുന്നു. നിന്നെ നേരെ പിടിച്ചോണ്ട് പോയതല്ലേ. ഞാനൊരു കാര്യം, നിങ്ങളെ ഞാൻ എക്സ്പോസ് ചെയ്യും. പരിന്തുവാസം എന്ന് പറയുന്നതിന്റെ അണ്ടി ഫാക്ടറി എങ്ങനെയാണ് കെട്ടിപ്പൊക്കിയത് എന്നുള്ളതിന്റെ എക്സ്പോസിങ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ എലിയുടെ പേര് മാറ്റിയിട്ട് ഞാൻ വല്ല പല്ലിയെന്നിട്ടോളാം കേട്ടോ. നോക്കിയിരുന്നോ? സ്വഭാവമൊക്കെ വെച്ചിട്ട് ആ പേരാ കറക്റ്റായിട്ട് ചേരണേ. ഇപ്പൊ പറഞ്ഞ രണ്ടാമത്തെ പേര് ഈ പരിന്തുവാസിന്റെ അണ്ടി ഫാക്ടറി ഇല്ലേ, അത് ഉണ്ടാക്കിയതേ കഷ്ടപ്പാടിയെന്നും വിയർപ്പിയെന്നും അധ്വാനത്തിന്നും അല്ലാതെ നാട്ടുകാരെ പറ്റിച്ചും ഉപദ്രവിച്ചും പിടിച്ചു പറിച്ചും അല്ല, മനസ്സിലായ? ആരുടെ കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തെ നിങ്ങൾ ഇന്ന് വരെ വിയർക്കുന്ന? നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് അറിയാവോ? നിങ്ങൾക്ക് വിയർപ്പിന്റെ സ്മെല്ല് കണ്ടിട്ടുണ്ടോ? വിയർക്കുന്നത് നമ്മൾ ഒരുമിച്ച് സമയത്ത് എത്ര വട്ടം വിയർത്തിട്ടുണ്ട് ഞാൻ. Bro, please don't talk nonsense, okay? I am a single sigma female. Don't talk to me like this. എന്തിനാ നാട്ടുകാരിത്? വിളിച്ച് എക്സിന്റെ അടുത്ത് പറയുന്നത്? I don't want to talk to you, bro. ഞാനേ സ്റ്റിൽ വെർജിൻ ആയിട്ട് ജീവിക്കണ ഒരാളാണ്. ഒരാളെ പറ്റി എന്ത് തോപ്പിക്കാൻ എന്ത് പറയാനാണ്? നിങ്ങളല്ലേ ഇപ്പൊ വിയർത്ത കാര്യം പറഞ്ഞേ? വിയർക്കും മനുഷ്യൻ പണിയെടുത്താ വിയർക്കൂലേ? അല്ലാതെ വിയർക്കൂലേ? നിങ്ങൾ എന്റെ കൂടെ എന്ത് പണിയാ ഉണ്ടാക്കിയത്? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പലവട്ടം പണിയെടുത്ത സമയത്ത് നമ്മൾ പണി കഴിഞ്ഞിട്ട് നേരെ വന്ന് മീറ്റ് ചെയ്തിട്ടില്ലേ? അതിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. ഈ നെഗറ്റീവ് മൈൻഡിൽ ചിന്തിച്ചാൽ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തന്നെ ആയി പോകും. കുറച്ചൊക്കെ പോസിറ്റീവ് ആവും. ഇത് തന്നെയാണ് ഞാൻ നിന്നെ ഒഴിവാക്കാനുള്ള മെയിൻ കാരണം. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്, വാ തുറന്ന നെഗറ്റീവ്. മനുഷ്യനൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യണ്ടേ ഒരാളോട് സംസാരിക്കുമ്പോൾ? ഞാനൊന്ന് വിചാരിച്ചായിരുന്നെങ്കിലേ ഞാൻ പോസിറ്റീവ് ആയിരുന്നേനെ കേട്ടോ. അത് എനിക്ക് അന്തസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പഴും നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പെൺപിള്ളേരും പോസിറ്റീവായി അങ്ങോട്ടായതാന്ന് എനിക്കറിയാം. നീയൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നിനക്ക് മറ്റേ പന്നിപ്പനി പോസിറ്റീവ് ആയനെ. മറ്റേ അവന്റെ കൂടെ പന്നി ഏക്കർ കണക്കിന് പന്നിത്തോട്ടമുള്ളവന്റെ കൂടെ പോയില്ലേ, ആ പന്നിപ്പനി പോസിറ്റീവ് ആയനെ. നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ നടന്നിട്ട് എനിക്ക് ഇന്ന് വരെ കോഴിപ്പനി പോസിറ്റീവ് ആയിട്ടില്ലല്ലോ. പന്നിപ്പനിയെ കാട്ടി വലുതാണ് കോഴിപ്പനി കേട്ടോ. കോഴികളുടെ കൂടെ നടക്കണ്ടേ, എന്റെ കൂടെ അല്ലല്ലോ നടക്കേണ്ടത്. കഴിഞ്ഞ 2.5 വർഷം ഞാനൊരു പെരുങ്കോഴിയുടെ കൂടെയാണ് നടന്നത്, കാമക്കണ്ണന്റെ കൂടെ. അതിന് കുഴപ്പമൊന്നുമില്ല. കൊക്കിന്റെയും ചിമ്പാൻസിന്റെ ഒക്കെ കൂടെ നിനക്ക് എന്തെങ്കിലും പനി വല്ല പിടിച്ചായിരുന്നാ? എനിക്ക് കുരങ്ങ് പനി വന്നായിരുന്നെങ്കിൽ ഞാൻ ആ ചിമ്പുവിന്റെ കൂടെ അങ്ങ് പോയേനെ. അങ്ങനെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു. ഞാൻ അതുപോലും ചെയ്തില്ല. പന്നിയെയും കളഞ്ഞു, കുരങ്ങനെയും കളഞ്ഞു, കൊക്കിനെയും കളഞ്ഞിട്ട് പരുന്തിനെ നോക്കിയിരുന്നു. പരുന്തിന് എന്താണ് വേണ്ട? കോഴിക്കുഞ്ഞുങ്ങളെ തറയിൽ കൂടെ കളർ അടിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഒരു കോമക്കൊണ്ണനെ സ്നേഹിച്ച് എന്നെ വേണം പറയാൻ. എന്റെ ജീവിതവും തളിച്ചിട്ട് നിങ്ങൾ അവിടെ കിടന്ന് കൊണയടി. ഇത് സ്ഥിരം ബ്രേക്കപ്പ് ആയ പെമ്പിള്ളേർ പറയണ ക്ലീശ വർത്താനം. അല്ലല്ല, ഇത്ര നാളെന്താ ഇതൊന്നും പറയാഞ്ഞേ? ഇത്ര നാള് എന്താ പറയാഞ്ഞേ? അല്ല, ഇത്ര
മെസ്സേജ് അണ്ണാ ഇപ്പൊ ഞാൻ അതിന് മോശം വിളിച്ച് എക്സിന്റെ അടുത്ത് പറയുന്നത് രഹസ്യമോ ഞാന് സ്റ്റിൽ വെർജിൻ ആയിട്ട് ജീവിക്കണ ഒരാളാണ് രണ്ടാമത്തെ ആളാണ് ആയിട്ടത് പിന്നെ ഓൾറെഡി കാർലോടെ പോയി കേവിക്കകത്ത് കയറിയായിരുന്നു അത് എങ്ങനെയാ നിന്നേന്നറിയോ എങ്ങനെയാ നിന്ന് അത് ഞാനായിട്ട് നിർത്തിയതാ ബാക്കിയെല്ലാം പിന്നെ ഞാൻ ആ ചിമ്പുവിന്റെ കൂടെ അങ്ങ് പോയേനെ അങ്ങനെങ്കിലും എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു ഞാൻ അതുപോലും ചെയ്തില്ല പന്നിയെ കളഞ്ഞ് കൊരങ്ങനെയും കളഞ്ഞ് കൊക്കിനെ കളഞ്ഞിട്ട് പരുന്തിനെ നോക്കിയിരുന്നു പരുന്തിന് എന്താണ് വേണ്ട കോഴിക്കുഞ്ഞുങ്ങളെ തറയിൽ കൂടെ കളർ അടിച്ച് നടക്കുന്നത് ഇങ്ങനെ ഒരു കോമക്കൊണ്ണനെ സ്നേഹിച്ച് എന്നെ വേണം പറയാം എന്റെ ജീവിതവും തളിച്ചിട്ട് നിങ്ങൾ അവിടെ കിടന്ന് കൊണയടി ഇത് സ്ഥിരം ബ്രേക്കപ്പ് ആയ പെമ്പിള്ളേർ പറയണ ക്ലീശ വർത്താനം അല്ലല്ല ഇത്രയും നാളെന്താ ഇതൊന്നും പറയാഞ്ഞേ ഇത്രയും നാള് എന്താ പറയാഞ്ഞേ അല്ല ഇത്ര നാൾ എത്രാമത്തെ ബ്രേക്കപ്പ് ഇത് എന്റെ ആദ്യത്തെ ബ്രേക്കപ്പ് ആണ് നിങ്ങളുടെ ഇത് എത്രാമത്തെ ബ്രേക്കപ്പ് ആണ് അതൊന്ന് പറയോ എന്റെ നിങ്ങൾ എന്റെ പഴയ പ്രണയത്തിന്റെ കണക്കുകൾ നിനക്കറിയാമല്ലേ എല്ലാവർക്കും കണക്കറിയാം ഓക്കെ അതാ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം ആദ്യത്തെ പ്രണയം മലർ അത് എങ്ങനെയാ നിന്നേന്നറിയോ എങ്ങനെ നിന്ന് അത് ഞാനായിട്ട് നിർത്തിയതാ ബാക്കിയെല്ലാം പിന്നെ ബാക്കി ഞാൻ പറയാനുള്ള കാര്യങ്ങളോട് കേക്കൂ ദയവേത് പ്ലീസ് രണ്ട് അമ്മുക്കുട്ടി അത് കാറിലോ കൊണ്ടുപോയി കറക്റ്റ് കഴിവില്ലാത്ത ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾ വന്ന് എടുത്തോണ്ട് പോകും തേർഡ് അത് കഴിഞ്ഞിട്ട് സൂസൻ അല്ല അതിന്റെ ഇടയ്ക്ക് റബേക്ക ഉണ്ട് റബേക്കയ്ക്ക് വേറൊരു സിറ്റിയിലേക്ക് പോകേണ്ട വന്നു അവിടെ ചെന്നപ്പോ അവളുടെ ബലമായിട്ട് അച്ഛൻ പിടിച്ച് കെട്ടിച്ചു എങ്ങനെ സഹവാസം കോഴിയുടെ കൂടെ അല്ലായിരുന്നോ അച്ഛൻ അതെ അതെ അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സൂസൻ വരുന്നത് സൂസനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് ആ റിലേഷൻഷിപ്പ് നിർത്തേണ്ടി വന്നു കാരണം ഞാൻ പ്രേമിച്ച പെൺകുട്ടികളിൽ രണ്ടാമത്തെ ആളാണ് ആയിട്ടത് പിന്നെ ഓൾറെഡി കാർലോടെ പോയി കേവിക്കകത്ത് കയറിയായിരുന്നു രണ്ടാമതൊരു പെൺകുട്ടി ഗ്യാങ്ങിന് ഓപ്പോസിറ്റ് വന്നപ്പോൾ എനിക്ക് ഗ്യാങ്ങിന് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് മനസ്സിന് വിഷമിച്ചിട്ടാണെങ്കിലും ഞാൻ എനിക്ക് ആ റിലേഷൻഷിപ്പ് നിർത്തി ഗ്യാങ് ആണ് എന്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഈ അഞ്ചെണ്ണത്തിൽ നമ്മള് നാലിലെത്തിയതേ ഉള്ളൂ മൂന്നെണ്ണം ഉണ്ടായിട്ട് മൂന്നെണ്ണത്തിൽ നിങ്ങൾക്ക് ഇതുവരെ വിഷമം ഉണ്ടായിട്ടില്ല അല്ലേ നിങ്ങൾക്ക് കാറിൽ കൊണ്ടുപോയതിൽ നല്ല വിഷമമുണ്ട് അത് ആണുങ്ങൾ കൊണ്ടുപോയി അതിനകത്ത് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലാതെ സ്വയം ഒഴിവാക്കിയതിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ട് അതിൽ ഒരാളെ മാത്രമേ സ്വയം ഒഴിവാക്കിയിട്ടുള്ളൂ മറ്റേത് ഗ്യാങ്ങിന് വേണ്ടിട്ടല്ലേ അടുത്തത് സൂസൻ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചെന്ന് രണ്ടുപേരടുത്ത് കമ്മിറ്റഡ് ആവാൻ ശ്രമം നടത്തി പക്ഷെ കമ്മിറ്റഡ് ആവാൻ എനിക്ക് താല്പര്യം വരാത്തതുകൊണ്ട് ഞാൻ വന്നില്ല ഒന്ന് കനി ഒന്ന് കുക്കു രണ്ടിനും ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിരുന്നു പിന്നെ കനി ഏകദേശം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും പട്ടാളത്തിലുള്ള ഒരു പയ്യൻ വന്ന് വിളിച്ചോണ്ട് പോയി അവളെ വീണ്ടും ആണുങ്ങൾ കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് റിലേഷൻഷിപ്പ് അല്ല പക്ഷെ എന്റെ പേരിൽ ഒരു അലിഗേഷൻ ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ പറയണത് അതായത് നമ്മളൊരു PA വെച്ചായിരുന്നു കൺമണി എന്ന് പറയുന്നത് അത് പറയാൻ നിങ്ങൾ രണ്ടുപേരും ചേരി കേട്ടോ സീരിയലും നാടകവും ആ നാടകനടി എന്നോട് പറഞ്ഞതായിരുന്നു എടി ഞാൻ ഇപ്പൊ നാടകത്തില നീ അടുത്ത സീരിയലിൽ കേറാൻ പോകുന്നത് അന്ന് അവളുടെ വാക്യം കേട്ടില്ല അന്ന് ഞാൻ കേട്ടാ മതിയായിരുന്നു അത് ഞാൻ പറയണം അത് ഞാൻ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി അങ്ങനെ അവൾ എന്റെ പേരിലൊരു ഫേക്ക് അലിഗേഷൻ അങ്ങനെ വന്നായിരുന്നു പിന്നെ അതിനുശേഷം കൺവടി പോയതിനു ശേഷമാണ് ഞാൻ പിന്നെ ഒരു താജ്മഹാളൊക്കെ പണത് എലിയെ സെറ്റ് ചെയ്യുന്നത് പക്ഷെ അതും വിധിയുടെ വിളയാട്ടം എന്ന് പറയാം ഞാൻ പ്രതീക്ഷിച്ചതൊന്നും എനിക്ക് അവിടുന്ന് കിട്ടിയില്ല
ഞാനൊരു കാര്യം മാന്യമായി നിങ്ങളോട് ചോദിക്കട്ടെ. ഓ, ഓ. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ പോട്ടെ, നിങ്ങൾ ഞാനുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്? ഞാൻ പ്രതീക്ഷിച്ചത് എന്തായിരുന്നു എന്ന് പറയട്ടെ. പറ. ഒരിറ്റ് കെയറിങ്, ഒരു ഇച്ചിരി കെയറിങ്. Okay. അല്ലെ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒന്ന് കാണുക, കണ്ടിട്ട് പോവുക. ഇത് ഞാൻ വരുമ്പോ നീയില്ല, നീ വരുമ്പോ ഞാനില്ല. പിന്നെ വന്നാലും ഒന്ന് വിളിച്ച് ചോദിക്കുക, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും തിന്നോ, ഓക്കെ ആയിട്ടിരിക്കുന്നു, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ, വാറൊക്കെ ജയിക്കുന്നുണ്ടോ, വാറൊക്കെ എങ്ങനെ പോകുന്നു, ഇതൊക്കെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതെ, ഞാൻ ഈ നേരത്തെ ഒരു കുക്കു എന്ന് പറഞ്ഞ ഒരുത്തിയുടെ പേര് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. ഞാനുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ അവളുമായിട്ട് റിലേഷൻഷിപ്പ്. നിങ്ങൾ ഒരു വള്ളത്തിലല്ലേ, 2 വള്ളത്തിൽ ഇതൊക്കെ പറയണ കള്ളന്മാര്. ആ കൊച്ചിന് ഭാഷ അറിയത്തില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കാ. നിനക്ക് ഹിന്ദി അറിയത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം സാറ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. ആ കൊച്ചി ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞു കാണും. അത് നിനക്ക് താജ്മഹൽ പണിയുന്നതിന് മുമ്പാണ് ഞാൻ അവർക്ക് കുത്തബ്മിനാർ പണി കൊടുത്തത്. നിങ്ങളുടെ കുത്തബ്മിനാർ എന്നാ ചരിഞ്ഞതായിരുന്നു, മൊത്തത്തിൽ ചരിഞ്ഞങ്ങ് വീണ്. അവളുടെ അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞത്. അന്നേരമേ ഞാൻ ചെയ്ത് തെറ്റാന്നത് പോക്കർത്തരം ഞാനാണോ പറയുന്നത്? എന്ത് പറയാൻ, നിങ്ങൾ മറ്റേ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നാട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഓരോ ജംഗ്ഷനിൽ പണിയും. അതൊക്കെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ ലേറ്റ് ആയി പോകും. എങ്ങനെ വിചാരിക്കും നിങ്ങളൊരു കാമക്കണ്ണനാന്ന്? അതിപ്പോ വെളിയിൽ നിന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാരും ദേവകുഴല്ല വാവുകുട്ടി, വാസുവാമിന്റെ രണ്ടാമത്തെ പേരെന്തുവാ? കറക്റ്റ് കേട്ടോ? ഓക്കെ കേട്ടല്ലോ, സ്പീക്കറില്ല. അവള് പറഞ്ഞ കാമക്കണ്ണ. 8 വയസ്സേ ഉള്ളു അവൾക്ക്. വാസുമാമിന്റെ രണ്ടാമത്തെ പേര് കാമക്കണ്ണൻ. അതൊക്കെ നീ ഒരു ടീച്ചർ അല്ലേ? നീ പിള്ളേരെ ഫീഡ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെയാണോ? എനിക്കൊരു കുഞ്ഞുണ്ടായ എന്തായാലും നിന്റെ സ്കൂളിൽ ഞാൻ വിടൂല. അത് ഉറപ്പാ. ഞാൻ നല്ല ടോപ്പ് നോച്ച് സ്കൂളിൽ പഠിപ്പിക്കുള്ളൂ. നിങ്ങൾ ടോപ്പ് നോച്ച് സ്കൂളിലൊക്കെ പഠിപ്പിച്ചു. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ പ്രാന്തനാന്നും പറഞ്ഞു, പെണ്ണുപിടിയനാന്നും പറഞ്ഞു കൊണ്ട് കേസ് കൊടുത്തപ്പോ അവളുടെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ച് ആ കേസ് ഞാൻ പിൻവലിപ്പിച്ച്. മറ്റേ കൺമണി ആ നാടക നടി എടുത്ത് ഞാൻ പോയി കരഞ്ഞു കാല് പിടിച്ച് ആ കേസും പിൻവലിപ്പിച്ച്. എന്നിട്ട് ഇത്രയും നാള് എന്നെ മൂഞ്ചിപ്പിച്ചിട്ട് ഞാൻ കരഞ്ഞു പിടിച്ച് ഞാൻ ഇവിടെ സംഭവിച്ചേക്കുന്നത്. നിങ്ങളുടെ പേരിലുണ്ടല്ലോ രണ്ടാമത്തെ വാലന്റൈൻസ് ഡേക്ക് എന്നെ റൂമിൽ കയറി പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാനായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം കൊടുക്കാനായിരുന്നു. ഞാൻ കൊടുത്തില്ല. കൊടുക്കുവോ? ഞാൻ കൊടുക്കത്തില്ല. കാരണം അന്തസ് വേണം മിസ്റ്റർ പെരുന്തോസ്, അന്തസ്. ഇതൊക്കെ ഉണ്ടല്ലോ എഴുതി ഞാനൊരു ലെറ്റർ ആക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തോണ്ടല്ലോ നിങ്ങൾ എണ്ണ കൊടുക്കണം. ഈ അന്തസ്സിനെ പറ്റിയൊക്കെ പറയണത് ആരാണ്? എനിക്ക് കേൾക്കുമ്പോ ചിരി വരുന്നില്ലേ? നിങ്ങൾ ചിരിക്കും. അതെന്താന്നറിയാവോ? നിങ്ങൾക്ക് പ്രാന്താ, നിങ്ങൾക്ക് കാമപ്രാന്താ. ചിരിക്കും. നിങ്ങൾക്ക് കാമപ്രാന്തായിട്ട് നിങ്ങൾ ചിരിക്കും. ചിലപ്പോ കരയും. ഇച്ചിരി കഴിയുമ്പോ എനിക്ക് പെണ്ണില്ലെന്ന്. പെണ്ണുള്ളപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു പെണ്ണില്ലെന്ന്. അപ്പൊ ഞാൻ എന്തായിരുന്നു? മരവോ? എന്തായാലും നിന്റെ അടുത്തോട്ട് ഞാൻ ഇനി വരൂല. ശരിയെന്നാ കല്യാണത്തിന് വിളിക്കാം. ആരുടെ കല്യാണത്തിന്? എന്റെ. നിങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ ചാവണം. നോക്കിയിരുന്നോ? അതെന്താ ഞാൻ കെട്ടാപ്പോടെ താലി നിന്റെ കയ്യിലാണ് ഇരിക്കണേ. അതെ, ഡയലോഗൊക്കെ കയ്യില്. വിചാരിച്ചാലേ 3 ദിവസത്തിൽ 3 കല്യാണം നടത്തും. കാണണോ? അതെനിക്കറിയാം. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാമക്കണ്ണ മൂന്നാമത് കിട്ടാ. മറ്റേ സൂസനെ കെട്ടിയത് നാട്ടുകാർ മൊത്തം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ വാസുണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം ഞാനാണല്ലോ വാസുവിന്റെ ഗേൾ ഫ്രണ്ട് എന്ന്. ഇതൊക്കെ എനിക്ക് വേണം. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. നിങ്ങൾ പോയി അടുത്ത പെണ്ണിനെ പിടി വെച്ചിട്ട് പോ. വിളിക്കണ്ടായിരുന്നല്ലേ? ദേഷ്യം വരില്ല. എത്രാന്ന് പറഞ്ഞാ നമ്മള് കൊടുത്ത് നല്ലത്. ഡോറിളക്കി താഴെട്ടല്ലേ? എനിക്കങ്ങ് ദേഷ്യം വന്ന് കോച്ച്. ഞാൻ കുറച്ച് ട്രിഗേർഡായിട്ട് സംസാരിച്ചു എലിയുടെ അടുത്ത് കേട്ടാ. വേണ്ടാന്ന് വിചാരിച്ചിരിക്കണ സമയത്തെ നമ്മുടെ തലയിൽ കയറിയിരുന്നങ്ങ് നിരങ്ങണം. என்ன சொன்னாவ? കരഞ്ഞു കോച്ച്, കരഞ്ഞു.
പിന്നെ വാസു വേണ്ടെന്ന് ഒരേ ഒറ്റക്കാലം നിൽക്കുന്നതാ. ആ എനിക്ക് താല്പര്യമില്ല കോച്ച്. അങ്ങനെ എനിക്കങ്ങനെ കാണുന്ന താല്പര്യമില്ല എനിക്ക്. നമുക്ക് കുറച്ച് എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. Once you read a book, it's a like அவ்வளவுதான். அந்த புக்கு அவ்வளவுதான் அல்ல. എത്ര ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോ? അത് ഉള്ളതാ കേൾക്കണം. ഞാൻ ഇവിടെ റിപ്പയർ അല്ലായിരുന്നു. ഇവിടെ റിപ്പയർ മയിൽ പറയാ എന്റെ പമ്മണ്ടക്കോട്ട് കേട്ടില്ലേ? ആ റിപ്പയർ അവൻ മറിഞ്ഞു വീണ്. റിപ്പയർ பண்ணு എന്തൊക്കെയാടാ ഓരോരുത്തന്മാർ ചാറ്റിനകത്ത് ഇടുന്നേ? இனிமேல் நிறைய புக்ஸ் இருக்குடா. புக்ஸ் படிக்க நிறைய உண்டு. ஓகே, പഠിച്ച ബുക്കേ പഠിക്കണമെന്ന് അവശ്യവും ഇല്ല. ഇനി ഒരു ബുക്ക് കൂടെ പഠിച്ചാൽ നിങ്ങളുടെ ഡിവോഴ്സ് ആണ്, ഒരു സംശയവും ഇല്ല. ഇവിടെ ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യം കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ഫോൺ ഓഫായി പോകുന്ന എന്തൊരു PvP മാത്രം ഇഷ്ടമുള്ള ഗുണ്ടകളാണ്. അയ്യോ, അതിന് മാത്രമാണ് PvP മാത്രമുള്ള ഏതെങ്കിലും ഗ്യാങ്ങിന്റെ ഇത് പോയി കാണണേ ബ്രോ. ഡെയിലി മറ്റേ വണ്ടി ഇടിച്ചു, എന്റെ കശത്ത് മാന്തി, എനിക്ക് പെടുക്കാൻ മുട്ടിയപ്പോൾ ആ സാധനത്തിൽ പിടിച്ചു തന്നില്ല എന്ന് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കുന്നവന്മാരുണ്ടാവും. അവന്മാരുടെ അടുത്ത് പോയിട്ട് കാണണേ. ഡെയിലി എനിക്ക് വള്ളി എടുക്കാൻ പറ്റത്തില്ല. ഇവന്മാരൊരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും വരുന്നതേ ഉള്ളൂ. സിറ്റുവേഷൻ വല്ലതും വരുവാണെങ്കിൽ എടുക്കും, ഒഴിവാക്കി വിടൂല. ആര് വന്നാലും അടിക്കും, ആര് വന്നാലും നമ്മൾ സിറ്റുവേഷൻ എടുക്കും. എന്തായാലും മാറി ഇരിക്കത്തൊന്നുമില്ല. സിറ്റുവേഷൻ ഉള്ള സമയത്ത് എടുക്കും. ഹലോ, എന്താ സിറ്റുവേഷൻ എടുക്കണോ? ഹലോ. ആ ഹലോ. ഞാൻ എന്റെ ഭക്തനെ കാണാൻ വന്നേ. ഓ ഓക്കെ. കൊമ്പൻ എടുക്കായിരുന്നല്ലേ രണ്ടുപേർക്ക്. കുംബ 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 നീ എൻ കൊമ്പനല്ലേ. ഒന്ന് മാറുവോ പ്ലീസ്? കൊള്ളാതെ എല്ലാവർക്കും അടി മതി. അടി മാത്രം മതിയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് കളിക്കുന്നത്? വേറെ ഏതൊക്കെ ഗെയിമുണ്ട് മനസ്സിലായ? അടിയല്ല, ഈ ഗെയിമിന്റെ ബേസ് സംസാരമാണ്, റോൾ പ്ലേ. മനസ്സിലായ? PvP എന്ന് പറയുന്ന സാധനം പോലും നമ്മൾ പിന്നീട് ആഡ് ചെയ്തൊരു സാധനമാണ് ഈ RPക്കകത്ത്. സത്യം പറഞ്ഞ അവൻ കത്തിപ്പോയി. ഇதை வச்சு நீ யாரை அடிச்சாலும் மண்டை புலந்தே சத்து போவா. ഓണോ പാത്ത് യൂസ് பண்ண சரியா? ഓക്കേ, കൊടുங்க. കോച്ച് അങ്ങോട്ട് ഫ്യൂൽ അടിക്കട്ടെ. ഫ്യൂൽ അടിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ട്. ഒന്ന് മാറി നിൽക്കൂ. ഇതിൽ ടയറിലാണോ അടിക്കണേ? രണ്ട് നോസിൽ. ഇവിടുത്തെ പമ്പില് പൊട്ടിത്തെറിക്കൂലല്ലോ. സാറ കൊറേ ടൈം വെയിറ്റിംഗ് അല്ലേ? സാറൊക്കെ കത്തിപ്പോയി. അപ്പൊ വാൾഗ വളമുടൻ. വാൾഗ വളമുടൻ கொஞ்சம் டிரான்ஸ்லேட் பண்றீங்களா கோச்? வாழ்க வளமுடன். வாழ்க வளமுடன்னா எல்லாரும் நல்லா இருக்கட்டே. ഓക്കെ 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 പോട്ടെ. അവൻ കൊണ്ടുപോകും, അതാണ് ഡാമാണ് അവസാനം. ഞാൻ ഇപ്പോ വരാം. ചെറിയൊരു പിടുത്തം വന്നല്ലേ അവിടെ.
1590 എന്നെ ഊമ്പിച്ചടാ. RP നിർത്താൻ സമയമായി കേട്ടാ. ദൈവമേ കോച്ച് കത്തിപ്പോയി കാണണേ. എനിക്ക് അങ്ങേറെ ജാട കാണാൻ പറ്റൂല. ദൈവമേ കോച്ച് കത്തിപ്പോയി കാണണേ. ഈശ്വര ഭഗവാനെ കോച്ച് കത്തിപ്പോയി കാണണേ. ദൈവമേ ഭഗവാനെ കോച്ച് കത്തിപ്പോയണേ. കത്തിയിട്ടുണ്ടാവും കൺഫേം. ദൈവമേ അങ്ങനെ ആയാൽ മതിയായിരുന്നു. ദൈവമേ കോച്ച് കത്തിപ്പോണേ 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 കത്തിപ്പോണേ. എലിശാപം ഇപ്പല്ല പറയും ഞാൻ കേട്ടാ. ടെൻഷനായി. സുപ്ലേ ഫേക്കോ? ആ സുപ്രീമെക്സ് ആണ് ഇരിക്കണ. സുപ്രീമെക്സ് മനസ്സിലായ? പലേറ്റയുടെ ബഗ്ഗാണ്, സെർവർ ബഗ്ഗാണ് അവിടെ. ആ ഈ സെർവറിന്റെ ബഗ്ഗാണ് അതൊക്കെ. ഈ സെർവർ പ്രശ്നമല്ലേ? ഒരു സെക്കൻഡ് നിങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ചെവിയിൽ കുളിർമ തരാൻ പോവാണേ. എങ്ങനെയുണ്ട്? കൊള്ളാലേ? കൊള്ളാം. വണ്ടി പ്ലീസ്. വണ്ടി എടുത്തണേ. കോച്ചിനെ കോച്ചിനെ കത്തിയായിരുന്നല്ലേ? ആ അല്ല ഇവൻ പയ്യെ വന്നതാ കോച്ച് അവിടെ. ഇവൻ പയ്യെ വന്നതാ. ഇവൻ കള്ളനായവൻ. ഇല്ലടാ, അവൻ ലോ ഗ്രാഫിക്സ് അതാണ്ടാ. സത്യം. ഞാൻ ഈ വണ്ടി ഒരു